ആരാ പോയി കബറടക്കുന്നത്? എന്റെ ഹുബൈബിനെ കബറടക്കാൻ പോകുന്നതാരാട്? യാ റസൂലല്ലാഹ്, ഞാൻ പോകാൻ നബിയേ, ഞാൻ പോകാൻ നബിയേ. ഒരു സ്വഹാബി അവിടെ നിന്ന് അനുവാദം ചോദിച്ചു. മുത്തുനബി അനുവാദം കൊടുത്തു. സഹാബി പോവുകയാണ്. ഹുബൈബ് തങ്ങളുടെ ജനാസ കബറടക്കാൻ പോകുമ്പോ സുബ്ഹാനല്ലാഹ്, കാവല് നിൽക്കുന്ന ശത്രുക്കളുണ്ടല്ലോ, ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ കാണാനിടകുള്ള സൗന്ദര്യ റാണിയായ ഒരു പെണ്ണുണ്ടല്ലോ, ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടുകയാണ്, ഓടുകയാ. എന്നിട്ട് വിളിച്ചു പറയുകയാ, ആരാണ് ഹുബൈബിന്റെ തലമുറിച്ചു തരുന്നത്? ആരാണ് ഹുബൈബിന്റെ തലമുറിച്ചു തരുന്നത്? ഹുബൈബിന്റെ തല ആരെങ്കിലും എനിക്കൊന്ന് മുറിച്ചു തരുമോ? ശത്രുക്കൾ ചോദിക്കുന്നു, പെണ്ണ്, ഈ ചത്ത് കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? അവിടെന്ന് പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടിപ്പിളർന്നു, തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ തലയോട്ടിക്കകത്ത് എനിക്ക് കള്ളൊഴിച്ചു കുടിക്കാരാ. ഞാൻ ശപഥം ചെയ്തവളാ, ഞാൻ സത്യം ചെയ്തവളാ, എനിക്ക് മുറിച്ചു തരുവോ? മുറിച്ചു തരുന്നവനൊരു സമ്മാനമുണ്ട്. മുറിച്ചാരാണോ തരുന്നത് അവന് ഞാനൊരു സമ്മാനം തരാ. എന്റെ ശരീരമാ, എന്റെ ശരീരമാ, പടച്ചവരെ എന്റെ കൂടെ കിടക്കാറുള്ള അവസരമാ. പെണ്ണ് ശരീരം കാണിച്ചിട്ട് പറയുമ്പോ ചെറുപ്പക്കാര് വാളുമെടുത്തുകൊണ്ട് ഓടുകയാണ്. ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലവെട്ടാറ്. സുബ്ഹാനല്ലാഹ്, സ്വഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറി. എന്താണ് നടക്കുന്നത്? അല്ലാഹുവേ, സ്വഹാബി നോക്കുമ്പോ ജീവനും കൊണ്ടോടുകയാണ്. നാലാ ഭാഗത്തേക്ക് ജീവനും കൊണ്ടോടുകയാ. തലവെട്ടാൻ പോയ ഒരുത്തനെയും കാണാനില്ല, കൂടി നിന്ന ഒരുത്തനെയും കാണാനില്ല. എല്ലാവരും ജീവനും കൊണ്ടോടുകയാണ്. കുറെ സമയം കഴിഞ്ഞു. സഹാബി ഈന്തപ്പന മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് തങ്ങളുടെ ജനാസ ഇട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല, മയ്യത്ത് കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല. മുത്തുനബി ചിരിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാ. സഹാബേ, സഹാബത്തെ, ഹുബൈബിനെ കബറടക്കി, ഹുബൈബിനെ കബറടക്കി. ആരാ നബിയേ, ആരാ നബിയേ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കബറടക്കിയതാരാണ്? അവസാനത്തെ മോഹം നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനെ കബറടക്കിയതാരാ? നിനക്കും വേണ്ടേ മോനെ ഈ പ്രതിഫലം? നിനക്കും ആഗ്രഹമില്ലേ? എന്നെയും നിങ്ങളെയും ഒരു ദിവസം നമ്മുടെ വീട്ടുകാർ മുഴുവനും താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ സൈഡിൽ കൊണ്ട് മലർത്തി കിടത്തി ചൂടുവെള്ളത്തിൻ്റെ അകത്ത് കുളിപ്പിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. എല്ലാവരും കുളിപ്പിച്ചു. എന്നിട്ട് കൊണ്ടുവന്ന് 3 കറ്റം വെള്ളത്തുണിയുടെ മുകളിൽ വീടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് മലർത്തി കിടത്തിയിട്ട് കുറച്ചു പഞ്ഞികൾ എടുത്തിട്ട് മൂക്കിൻ്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ.
ഈ വഅദ് പറയുന്ന സിറാജിനെ എൻ്റെ വീടിൻ്റെ അകത്ത് മലർത്തി കിടത്തിയിട്ട് എൻ്റെ കൂടപ്പുറപ്പുകളും എൻ്റെ കുടുംബക്കാരും മുഴുവനും മൂക്കിൻ്റെ ദ്വാരത്തിൽ കുറച്ചു പഞ്ഞികെടുത്ത് വെച്ചു, ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ പഞ്ഞികെടുത്ത് വെച്ചു. എന്നിട്ട് പറയുകയാ, കാണേണ്ടവരൊക്കെ കണ്ടോ, സിറാജിനെ പൊതിയാൻ പോവുകയാ, എന്നെ പൊതിയാൻ പോവുകയാ. ജനങ്ങൾ മുഴുവനും തിരക്കാണ്, എന്നെ വന്ന് അവസാനമായി കാണാൻ എല്ലാവരും തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ എൻ്റെ കുടുംബക്കാര് വിളിച്ചു പറയുകയാ, കണ്ടതൊക്കെ മതി, സിറാജിനെ പൊതിഞ്ഞോ, കണ്ടതൊക്കെ മതി. പെട്ടെന്ന് അവരെടുത്ത് പൊതിഞ്ഞു. സഹോദരാ, പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലിൻ്റെ മുകളിൽ മലർത്തി കിടത്തി എന്നെയും നിങ്ങളെയും പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ സ്ഥലമില്ല ചെറുപ്പക്കാരാ, സ്ഥലമില്ലടാ. പള്ളിയിലോ പരിസരത്തോ കാലുകുത്താ സ്ഥലമില്ല, അത്രയ്ക്ക് തിരക്കാ പൊന്നുമോനെ. പള്ളി മുഴുവനും നിറയുകയാണ്, പള്ളിയുടെ പരിസരം മുഴുവനും നിറയുകയാണ്. ആരാ വരുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല, പ്രതിപക്ഷ നേതാവല്ല, ആഭ്യന്തരമന്ത്രിയല്ല, MP-യോ MLA-യോ കളക്ടറോ IPS-ഓ IAS-ഓ ഒരുത്തനും വരില്ലടാ. പിന്നെ ആര് വരുമെന്നറിയോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന 70,000 മലക്കുകള് പള്ളി നിറയ്ക്കുവടാ ചെറുപ്പക്കാരാ. നിസ്കരിച്ചവന്റെ മയ്യത്ത് കബറടക്ക, നിസ്കരിച്ചവന്റെ മയ്യത്ത് നമസ്കരിക്ക, കാലുകുത്താൻ പോലും സ്ഥലം കിട്ടൂല. മലക്കുകൾ വന്ന് നിറയുകയാ. ഉമ്മാ, നമസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല, നിനക്കല്ല തരുന്ന പ്രതിഫലമാ. 70,000 മലക്കുകൾ നിന്റെ ജനാസ നമസ്കരിക്കാ, നിന്റെ ജനാസ കബറടക്കാൻ അവിടെ നിന്ന് കടന്നു വരുമെന്ന് ചരിത്രം പറയുമ്പോ ഹുബൈബിനെ കബറടക്കിയത് ആരാടാ പൊന്നുമോനെ? അള്ളാന്റെ മലക്കുകളാണ് ചെറുപ്പക്കാരാ, അള്ളാന്റെ മലക്കുകളാ കബറടക്കിയത്. അതുകൊണ്ട് നിർത്തുകയാണ്. നമസ്കരിച്ചാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ അല്ല ഭക്ഷണം തരും. 2 നല്ല മരണം, 3 അസ്റായിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു തരും, 4 കബറടക്കാൻ 70,000 മലക്ക് വരും, 5 ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ അള്ളാന്റെ റസൂലിന്റെ കൂടെ നടക്കാ അല്ല നിനക്ക് അവസരം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ 5 വഖത്ത് നിസ്കരിച്ച 5 പ്രതിഫലം, ഇതിനേക്കാൾ ഒരു പ്രതിഫലം ഇനി നിനക്ക് പറഞ്ഞു തരാനില്ല. നന്നാകണമെങ്കിൽ ഞാനും നിങ്ങളും നന്നാകുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, സുജൂദുകൾ അധികരിപ്പിക്കും. ഫർള് മാത്രം നിസ്കരിക്കുന്ന മഹാന്മാരുണ്ട്, അവർ ഫർള് മാത്രമേ നിസ്കരിക്കൂ. പിന്നെ എന്തിനാ മോനെ സുന്നത്ത്? മുമ്പും ശേഷവും സുന്നത്ത് വെച്ചിരിക്കുന്നത് വെറുതെ അല്ലല്ലോ, അത് നിസ്കരിക്കാനുള്ളതല്ലേ. സുന്നത്തല്ലേ ഉസ്താദെ? അതിപ്പോൾ നിർബന്ധമൊന്നുമില്ലല്ലോ, അതന്നെ സുന്നത്തല്ലേ? അങ്ങനെയല്ല, സുന്നത്ത് നമസ്കാരത്തിന് അതിൻ്റെതായ മഹത്വവും സ്ഥാനവും പ്രതിഫലവുമുണ്ട്. ഒരു സുന്നത്ത് നമസ്കാരത്തിന് 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു സുന്നത്ത് നമസ്കാരം നമസ്കരിച്ച എത്ര വർഷത്തെ പ്രതിഫലം? ഒന്നുറക്കെ പറ, എത്ര കൊല്ലത്തെ പ്രതിഫലം? 12 വർഷം. 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും ഒരു സുന്നത്ത് നമസ്കരിച്ച. മഹാനായ അബൂ നാസിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കുവോ? രാത്രി നിസ്കാരമല്ല, പേടിക്കണ്ട. രാത്രി 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമല്ല. ഇന്നിനി നിസ്കരിക്കാൻ പറ്റൂല, സമയം കഴിഞ്ഞു, ഇനി നാളെയേ പറ്റത്തുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കുവോ? നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. ഒരിക്കലെങ്കിലും നിസ്കരിക്കാൻ മനസ്സുള്ളവർ. അപ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകാനായി, ഷാജാറുസ്ഥാനറായി കേട്ടോ. ഇന്നത്തെ വയലുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടുപേർക്കും പോകാം. അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിൻ്റെ അവകാശികൾ പെടുത്തുമാറാകട്ടെ. വയലെന്ന് പറഞ്ഞാൽ പിരിവൊന്നുമല്ല. വയലെന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള, നമ്മൾ പറയുന്ന 2 മണിക്കൂർ വയല് പറയുന്നതിൽ നിന്ന് ആരെങ്കിലും ഒരാളൊരു നന്മ ചെയ്താൽ രക്ഷപ്പെട്ടു. അതിനാ വയല്. ആരെങ്കിലും, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇന്നത്തെ ഇത്രയും നേരം പ്രസംഗിച്ചതിൽ നിന്ന്
ഒരു വക്കത്ത് നിസ്കരിക്കാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഒരാളെങ്കിലും നന്നാകാൻ തീരുമാനിച്ചാൽ അത് ഈ ലോകം മുഴുവനും സ്വർണം കിട്ടുന്നതിനേക്കാളും സന്തോഷമാണ്. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിസ്കരിക്കൂലേ? അപ്പോൾ എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. വാ, മുത്തല്ലിയും ഉറങ്ങുന്നവനെ വിട്ടേരെ. വാടാ മക്കളെ, വാ ദുആ ചെയ്യാം. വാ ദുആ ചെയ്യാം. വാ ഇങ്ങടുത്ത് വാ. ഇനിയിപ്പോൾ സമയമൊന്നുമില്ല, കഴിഞ്ഞു. പൗരത്വ ബില്ലൊക്കെ പാസ്സാക്കി, എല്ലാം എങ്ങോട്ടോ പോകണമെന്നറിയാതിരിക്കുക. വാ എല്ലാവരും വാ, ഇങ്ങോട്ട് വാ. ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരും ഈ രാജ്യത്ത് തന്നെയാണ് ജനിച്ചത് എന്നുള്ള തെളിയിക്കേണ്ട കാലമെത്തി. വാ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ നാട്ടിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീട്ടിൽ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ നമ്മുടെ വീട്? നമ്മുടെ വീട് എവിടാ? ഖബറാ. നമ്മുടെ വീട് ഏതാ ചങ്ങാതി? സ്വർഗം. നമ്മുടെ വാപ്പ അവിടെയല്ലേ ജനിച്ചേ? ആദൻ നബി. നമ്മുടെ ഉമ്മ എവിടെയല്ലേ ജനിച്ചേ? അപ്പം നമ്മുടെ വീട് അതാ. നമുക്ക് അങ്ങോട്ട് പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് നിസ്കരിക്കൂലേ? ഈ മഗ്രിബിൻ്റെ ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു 6 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. അവ്വാബി നമസ്കാരം അറിയോ? ഇല്ല. പണ്ടുള്ളവരോട് ചോദിച്ചാൽ മതി. പ്രായമുള്ളവരോടൊക്കെ ചോദിക്കണം, ഉസ്താദന്മാരോട് ചോദിക്കണം. അവ്വാബി നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു 6 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. 2 റക്അത്ത് വീതം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഇദാ ജാഅ തബ്ബത് യദാ ഖുൽ ഹുവല്ലാഹ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 6 സൂറത്തുകൾ ഓതി 2 റക്അത്ത് സലാം വീട്ടും, 2 റക്അത്ത് സലാം വീട്ടും, 2 റക്അത്ത്, ഇങ്ങനെ ഒരു 6 റക്അത്ത് സുന്നത്ത് നമസ്കാരം. അവ്വാബി നമസ്കാരം എന്ന കിതാബിലൊക്കെ കാണാം. ആ നിസ്കാരത്തിന് 12 കൊല്ലത്തെ ഇബാദത്തിൻ്റെ കൂലിയുണ്ട്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരിക്കലെങ്കിലും നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സമയം 11:30 സുബഹി നിസ്കാരം ഫറളും വഅദ കേൾക്കൽ സുന്നത്തും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാ. 4 കാര്യങ്ങൾ ബാക്കി വെക്കുന്നു. ഇൻഷാ അല്ലാഹ് ഷാജാൻ ഉസ്താദ് അടുത്ത കൊല്ലവും വിളിക്കുമായിരിക്കും. അങ്ങനെ വിളിക്കുവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊരുമിച്ച് കൂടണം, ബാക്കി പഠിക്കണം. അള്ളാഹു ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നാളെ ബഹുമാന്യനായ നല്ല പ്രഭാഷകനാണ് അബൂ റബി ഉസ്താദ്. ഉസ്താദിൻ്റെ പ്രഭാഷണമുണ്ടാകും. അതുപോലെ തന്നെ മറ്റേനാൾ വൈകുന്നേരം 4 മണിക്ക് സയ്യിദന്മാർ, അതൊരു വലിയ ഒരു സദസ്സാണ്. നമുക്ക് കൂടണമെന്നുണ്ട്. ഒരുപാട് ഏറ്റവും വലിയ ഈ നാടിൻ്റെ ഐശ്വര്യം എന്നാണൊരു കാണാൻ ഒരുപാട് സയ്യിദന്മാർ. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവെ മുത്തുനബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാന്മാർ അവരൊക്കെ കൂടി സ്വലാത്തും ദുആയും മറ്റുള്ളതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാവരും നമുക്കെന്ത് രക്ഷപ്പെടാനുള്ള വഴികൾ, ആ മഹാന്മാരുടെ ദുആ, അതൊക്കെയാണ് നമുക്ക്. അപ്പം അങ്ങനെയുള്ള ആ ഒരു സദസ്സ്, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ആകെ ഇനി ഉണ്ടാവുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലേക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആട് വാങ്ങിക്കൊടുക്കുന്നവർ, പോത്ത് വാങ്ങിക്കൊടുക്കുന്നവർ, അരി വാങ്ങിക്കൊടുക്കുന്നവർ, അള്ളാഹുവെ മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കരുതി അതിലേക്ക് പിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങെത്തും. അതാണല്ലോ ആ കുട്ടികൾ പുറകിൽ എഴുതി വച്ചിരിക്കുന്ന പേരിൻ്റെ മഹത്വം. അതാ മഹാനവറുകളുടെ ആ ഒരു പേരിലാണല്ലോ അൽഹംദുലില്ലാ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിലേക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ടവരിങ്ങനെ കൊണ്ടെത്തിച്ചു കൊടുക്കും. അൽഹംദുലില്ലാ, അള്ളാഹു അവരുടെ കുടുംബത്തെ അള്ളാഹു ഏറ്റെടുക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈറു ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം നാളെയും മറ്റേനാളുമുള്ള പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കും. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ അത്രമാത്രമേ ഉള്ളൂ. ആര് വിളിച്ചില്ലെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ടവർ വരും. അതാ മഹാന്മാർ വരുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ വരും. അതിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവരിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? കണ്ടാരെങ്കിലും വേണ്ടപ്പ ചോദിക്കണ്ട. കാരണം മുത്തുനബിയെ സ്വപ്നം കണ്ടെങ്കിൽ അത് മറച്ചു വെക്കലാണ് ഏറ്റവും നല്ലത്. മുത്തുനബിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പാടില്ലെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് മറച്ചു വെക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. കാരണം മുത്തുനബിയെ കണ്ടാൽ കണ്ടതാ, വേറെ ആരും വരൂല. സ്വപ്നം ശൈത്താനൊന്നും വരൂല. പ്രവാചകന്റെ രൂപത്തിൽ ഇബ്ലീസ് വരാറില്ല. കണ്ടതാ. കണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെന്നാ.
അവിടെ വേറെ ഒന്നിനും ചാൻസ് ഇല്ല. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ ഷറഫാക്കപ്പെട്ട മുഖം കൺകുളിർമയായിട്ട് കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ അബൂബക്കർ ഇബ്നുൽ മുജാഹിദുൽ മുഖരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ തൻ്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ കിതാബ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ശിബിലി റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും മഹാന്മാരാ, കയറി വന്നു. കണ്ട ഉടനെ ചാടി എഴുന്നേറ്റു, ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ച് മുസാഫകത്ത് ചെയ്തു. ശിബിലി തങ്ങളെ കൊണ്ടുവന്നിരുത്തി ഭക്ഷണം കൊടുത്തു, ഖിദ്മത്ത് ചെയ്തു. അള്ളാഹുവെ വളരെ സന്തോഷത്തോടുകൂടി യാത്രയാക്കി. ശിഷ്യന്മാരിത് കണ്ടിട്ട് കണ്ണും തള്ളിയിരിക്കുക. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, വലിയ വലിയ രാജാക്കന്മാർ വന്നാൽ പോലും നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യാറില്ലല്ലോ, ഈ ഒരു മഹാന് വേണ്ടി എന്താ ഇങ്ങനെ ചെയ്തേന്ന്? അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇന്നലെ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം കണ്ടു. ഞാൻ ഇന്നലെ പ്രവാചകന് സ്വപ്നം കണ്ടു. അള്ളാൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിൻ്റെ അവകാശിയായ ഒരാൾ നിന്നെ കാണാൻ നാളെ വരും, നീ ബഹുമാനിക്കണം. മുത്തുനബി എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്തു. ഇത്ര തന്നെ. മഹാനായ അബൂബക്കർ ഇബ്നുൽ മുജാഹിദുൽ മുഖരി റളിയല്ലാഹു തആല അൻഹു എന്തേ കാരണമെന്ന് മഹാനവറുകൾക്ക് അറിയില്ല. കുറേ നാളുകൾക്ക് ശേഷം പിന്നീട് ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. അപ്പോൾ ചോദിച്ചു, നബിയെ, ശിബിലി തങ്ങൾക്ക് ഇത്രയും സ്ഥാനം കിട്ടാൻ, അങ്ങ് സ്നേഹിക്കുന്നു സ്വർഗത്തിൻ്റെ അവകാശി അള്ളാഹുവെ അത്രയ്ക്കും വലിയ സ്ഥാനം കിട്ടാൻ കാരണം എന്താന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, 80 കൊല്ലമായിട്ട് 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തോതും അതിൻ്റെ മഹത്വമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതാറുണ്ട്. എത്ര കൊല്ലം? 80 കൊല്ലമായിട്ട്. അള്ളാഹു ആ ആയത്ത് ഇനിയെങ്കിലും ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? അള്ളാഹു മരിക്കുന്ന കാലം വരെ ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ ആയത്തിന് വലിയ പ്രതിഫലമുണ്ട്. ഒരെണ്ണം ഞാൻ പറയാം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ ബിസ്മി ഇല്ലാത്ത ഒരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? സൂറത്തു തൗബ. അപ്പോൾ ഈ ആയത്ത് ഓതുമ്പോൾ എന്തോതരുത്? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇത്രയേ ഓതാവൂ. ബിസ്മി ഓതരുത്. 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് ഓതണം. ഏതായത്താ? സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്തിന് തൊട്ടു മുകളിലുള്ള ആയത്ത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തുൻ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്ത് സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ പേജ് എടുത്ത് നോക്കിയാൽ ആയത്ത് കാണാം. ഈ ആയത്താണ് മഹാനവറുകൾ ഓതിയത്. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ്, ഇന്നല്ല നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞത് മുതൽ എല്ലാവരും ഓതി തുടങ്ങ്. എന്നെങ്കിലും ഒരിക്കൽ മുത്തുനബി നമ്മളെ കാണാൻ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പ്രവാചകൻ്റെ കൈപിടിച്ച് സ്വർഗത്തിൽ പോകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉസ്താദന്മാരിയ്ക്കുമ്പോൾ നമ്മൾ മുത്തല്യം നിങ്ങൾ ചെയ്യും നമുക്ക് ബർക്കത്തിന്. ഉസ്താദന്മാർ പറഞ്ഞാലും കേൾക്കണമല്ലോ, ഇല്ലെങ്കിൽ അതിനും പണിയാണ്. പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും പണി കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദന്മാരുടെ പൊരുത്തം ആണ്. ഞാൻ വഴുത് പറയുന്നത് ഇപ്പോഴും കടുവാപ്പള്ളി പഠിക്കണ കുട്ടികളോട് വെച്ചാൽ പറയും, ഞാൻ വഴുത് പറയുന്നത് എന്തർഹതയുള്ളതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഉസ്താദിൻ്റെ ദുആയ ഇവിടെ വരെ എത്തിച്ച ബഹുമാനായ എൻ്റെ ഉസ്താദ് ഒരിക്കൽ വഴുത് കടുവാപ്പള്ളി പഠിക്കണവർക്കറിയാം. അവിടെ പ്രഭാഷണത്തിൻ്റെ മത്സരമുണ്ട്. നബിദിനം വരുമ്പോൾ ഞാനാണെങ്കിൽ പ്രസംഗിക്കത്തൊന്നുമില്ല, കളിച്ചും ചിരിച്ച് നടക്കും. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ ഉസ്താദൊരു പ്രസംഗം എഴുതി തന്നു, എന്നിട്ട് ഞാൻ പ്രസംഗിച്ചില്ല. അപ്പോൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞു. ജൂനിയറിൻ്റെ മുന്നിൽ വെച്ച് സീനിയർ ആയ നമ്മളെ വഴക്ക് പറഞ്ഞപ്പോൾ ഈഗോ എപ്പോഴും ഉണ്ടാകുമല്ലോ. ഞാൻ ഉസ്താദ് വഴക്ക് പറഞ്ഞു, നാളെ പ്രസംഗിച്ചില്ലെങ്കിൽ തല്ലൂന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പ്രസംഗമൊക്കെ വലിച്ചു കയറിയിട്ട് സ്വന്തമായിട്ട് പോയൊരു പ്രസംഗം എഴുതി. ഞാൻ ആദ്യം വഴുതു പറഞ്ഞത് കടുവാപ്പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. എൻ്റെ വഴുത് ആദ്യം കേട്ടതാരാ? ഖബറാളികളാണ്. ഞാൻ അവിടെ പോയി പാതിരാത്രി മൊത്തം അവിടെ പോയി നിന്നൊരു വഴുത് സ്വന്തമായിട്ട് എഴുതി പഠിച്ചു.
പിറ്റേ ദിവസം വഅദ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉസ്താദ് ദുആ ചെയ്തു, നീ ഒരു പ്രഭാഷകനാകുമെന്ന്. അള്ളാഹു അങ്ങനെ ആക്കി. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ മക്കളെ, ഉസ്താദിൻ്റെ വാക്ക് കേട്ടാ, ഉസ്താദിൻ്റെ വാക്ക് ക്ഷമിച്ചും സഹിച്ചും നിന്നോളി. ഉസ്താദിന് തുടിയും കഴുകി എല്ലാം ചെയ്ത് നിന്നോളി. അള്ളാഹു നമ്മുടെ രക്ഷപ്പെടുത്തും. അള്ളാഹു നമ്മുടെ മരിച്ചുപോയ ഉസ്താദന്മാരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാം. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റഹീമായ ദയാലുവായ കരുണയുള്ള അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് നീ ഇഷ്ടപ്പെടാത്ത ഒരാളും ഈ സദസ്സിലില്ല റബ്ബേ. അള്ളാഹു ഞങ്ങളെ എല്ലാവരെയും നീ ഇഷ്ടപ്പെട്ടവരാ തമ്പുരാനെ. അതുകൊണ്ടാണ് ഈ ആമീൻ പറയാൻ ഞങ്ങളെ നീ തിരഞ്ഞെടുത്തത്. റഹ്മാനായ അള്ളാഹ്, ഈ തൗബ നീ സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹ് ഞങ്ങൾക്ക് പണവും അധികാരവും ഒന്നും വേണ്ട അള്ളാഹ്. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ഈ പാവം ഒന്ന് നീ കഴുകി തന്നാൽ മതി റഹ്മാനെ. പുറത്തു തന്നാൽ മതി പടച്ചവനെ. നിന്നെക്കൊണ്ട് കഴിയുമല്ലോ റബ്ബേ. 100 കൊല ചെയ്തവന് നീ പുറത്തു കൊടുത്തവനാണല്ലോ അല്ലാ. നീ അല്ലേ പറഞ്ഞത് പടച്ചവനെ, എത്ര പാപം ചെയ്താലും ഏറ്റു പറഞ്ഞാൽ പുറത്തു തരാമെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാ. അല്ലാ, തൗബ ചെയ്യുന്നവരെ നിനക്കിഷ്ടമല്ലേ അല്ലാ. ഞങ്ങളുടെ കണ്ണ് നിറയുന്നത് നിനക്ക് സഹിക്കൂലല്ലോ റബ്ബേ. അല്ലാ, ഞങ്ങളുടെ പാവങ്ങൾ പുറത്തു താ അല്ലാ. ഞങ്ങൾ ചെയ്തത് ഓർത്തിട്ട് ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് റഹ്മാനെ. ഇനി ചെയ്യില്ല പടച്ചവനെ, നീ ഒരിക്കലും ചെയ്യില്ല അല്ലാ. ഇത് പശ്ചാത്താപമാ അല്ലാ. നീ ഓടിച്ചാ ഞങ്ങൾ എവിടെ പോകാനാ റഹ്മാനെ. നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല അല്ലാ. ഞങ്ങളുടെ അടിമകളും നീ റബ്ബുമാ അല്ലാ. പടച്ചവനെ, ഇവിടെ നിന്ന് പിരിയുമ്പോൾ ഞങ്ങളുടെ ഉമ്മ ഇന്ന് പ്രസവിച്ച മക്കളെ പോലെ നീ യാത്രയാക്കണേ പടച്ചവനെ. ഈ പോകുന്ന വഴിയിലെങ്ങും മരിച്ചുപോയാൽ നീ സ്വർഗം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിൻ്റെ അകത്താ. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ഖബറ് വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ പടച്ചവനെ. രോഗം പിടിച്ച് വീടിൻ്റെ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാ, നീ അവരെ വേദനിപ്പിക്കല്ലേ പടച്ചവനെ. അല്ലാ, അവർ പട്ടിണി കിടന്നിട്ട് ഞങ്ങളെ വളർത്തിയവരാ അല്ലാ. അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ പടച്ചവനെ. അവരുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ. രോഗം തരുന്നത് നീയാ, മാറ്റാൻ നിനക്കൊരു മരുന്നും വേണ്ടല്ലോ റബ്ബേ. ശിഫയാക്ക് റബ്ബേ. മാരക രോഗങ്ങളെ തൊട്ട് കാക്ക് റബ്ബേ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ റബ്ബേ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. കൂടെ കിടന്ന ഭാര്യ നോക്കി നോക്കി മടുത്തു, മരിച്ചാൽ മതി എന്നാഗ്രഹിക്കല്ലേ അല്ലാ. സ്വന്തം മക്കളും വാപ്പായും ഉമ്മായും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് വരെ നീ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ പടച്ചവനെ. ഈ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവസാനം കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വാശി പിടിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എപ്പോൾ എവിടെ വെച്ചാൽ മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ അവസാനം നീ നന്നാക്കി തരണം. അവസാനം നീ നന്നാക്കണേ അല്ലാ. എന്തു മറന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഓർമ്മ തരണേ അല്ലാ. ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ തമ്പുരാൻ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ പടച്ചവനെ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ പടച്ചവനെ. ഹൽ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഇത്രയും നേരം ക്ഷമയോടെ ഇരുന്ന ഈ വാപ്പാമാർക്കെല്ലാം നീ നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ.
എല്ലാവർക്കും നല്ല ജീവിതം നൽകണേ തമ്പുരാൻ. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ റബ്ബേ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും നീ അറുത്തു മുറിക്കല്ലേ പടച്ചവനെ, വേദനിപ്പിക്കല്ലേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഈ മുത്തഅല്ലിമീങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നീ നാഫിയാ ഇൽമ നൽകണേ അല്ലാ. തന്ന ഇൽമിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഒരു മുത്തഅല്ലിമിനുണ്ടാകേണ്ട സിഫത്തുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ റബ്ബെ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. മൈക്ക് സെറ്റിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഖൈറും ബറക്കത്തും നൽകണേ പടച്ചവനെ. ക്യാമറയുടെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അമീൻ എന്ന സഹോദരൻ തൻ്റെ മാതാപിതാക്കളുടെ കൂടപ്പുറപ്പുകൾ, ഭാര്യ സന്താനങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. ഒരു കൂടപ്പുറപ്പിനെ പോലെ കൂടെ നടക്കുന്ന എല്ലാ കൂട്ടുകാരെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ആരെല്ലാം ഈ വാഴ ലൈവായി കേൾക്കുന്നു അവരുടെയൊക്കെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. അവരുടെ ആക്കിബത്ത് നന്നാക്കണേ പടച്ചവനെ. റഫീഖ് എന്ന കൂട്ടുകാരൻ, അള്ളാഹുവെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, എൻ്റെ കൂടെ വന്ന ചെറുപ്പക്കാരൻ, ഗൾഫിൽ നിന്ന് വന്ന ദിവസങ്ങളായുള്ള സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാർ, സഹോദരിമാർ, അല്ലാ ഞങ്ങളെ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ അല്ലാ. നിനക്ക് വേണ്ടി സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തണേ പടച്ചവനെ. അള്ളാഹുവെ, സ്വന്തം അനുജനെ പോലെ സ്നേഹിക്കുന്ന ഷാജഹാൻ ഉസ്താദ് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇങ്ങനെ ഒരു മകനെ എനിക്ക് അള്ളാഹു തന്നല്ലോ എന്നോർത്ത് ഉസ്താദിൻ്റെ വാപ്പയും ഉമ്മയും സന്തോഷിക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഭാര്യയെ നീ സാരിഹത്താക്കണേ അല്ലാ. ഹാഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. മക്കളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. മഹാന്മാരെ, സ്വീതന്മാരെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാ അള്ളാഹുവെ, നീ അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. എല്ലാവിധ ഷർറു മുസീബത്തുകളെല്ലാം നീ കാക്കണേ പടച്ചവനെ. ഈ കുടുംബത്തിന് നിൻ്റെ കാവല് കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഇവിടുത്തെ നേർച്ചയ്ക്ക് വേണ്ടി ആരെല്ലാം പടച്ചവനെ ഭക്ഷണവും ഇറച്ചിയും എല്ലാം കൊടുക്കുന്നു അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ പടച്ചവനെ. എല്ലാവർക്കും മഹാന്മാരുടെ കാവല് നൽകണേ അല്ലാ. ഞങ്ങളെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ, അപകട മരണം തരല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ മയ്യത്ത് നീ വെട്ടിക്കീറല്ലേ പടച്ചവനെ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണം നൽകല്ലേ പടച്ചവനെ. അല്ലാ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വാപ്പയില്ലാതാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ പടച്ചവനെ. അല്ലാ, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ വീടിൻ്റെ വിളക്കാ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ, എന്തൊക്കെ ചെയ്താലും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാ, നീ ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവെ, രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ പൊന്നു മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ നെഞ്ചിൻ്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ റബ്ബേ. അള്ളാഹുവെ, നിൻ്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈകൾ മരിക്കുമ്പോഴോ ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. പടച്ചവനെ, നിൻ്റെ മുന്നിൽ ഞങ്ങൾ തലകുനിക്കും, ലോകത്ത് ആരുടെ മുന്നിലും തല താഴ്ത്തേണ്ട അവസ്ഥ തരല്ലേ പടച്ചവനെ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ലോകത്ത് മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിമിനെ നീ സഹായിക്കണേ അല്ലാ. എല്ലാവരും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു, നീ മാത്രമേ ഞങ്ങളുടെ കൂടെയുള്ളൂ. ഞങ്ങളെ നീ കൈവിടല്ലേ പടച്ചവനെ. ബദരീങ്ങളെ സഹായിച്ച അല്ലാ, ഞങ്ങളെ നീ കൈവിടല്ലേ അല്ലാ. ഞങ്ങളെ നീ കൈവിടല്ലേ അല്ലാ. നീ ആരാണെന്ന് കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. ശത്രുക്കളെ മുഴുവനും നീ തകർക്കണേ റഹ്മാനെ. അവരെ നീ അടിച്ച് തകർക്കണേ പടച്ചവനെ. ശത്രുക്കളുടെ ബലം നീ നശിപ്പിക്കണേ അല്ലാ. ഈ ഉമ്മത്തിന് നീ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഉമ്മത്തിന് ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മനസ്സിൽ മറക്കാൻ കഴിയാത്ത ദിവസമാണ് റബ്ബേ. എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാ. നീ കൈവിടല്ലേ റഹ്മാനെ. നീ കൈവിടല്ലേ പടച്ചവനെ. അന്തിമ വിജയം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ.
അള്ളാഹുവെ നീ എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ അള്ളാഹുവെ നീ ഒരു തീരുമാനമെടുക്കണേ റഹ്മാനെ. പടച്ചവനെ റബ്ബെ ഈ ദുആയ നീ സ്വീകരിക്കണേ അള്ളാഹുവെ. പടച്ചവനെ റബ്ബെ എൻ്റെ ഉപ്പാടെ മണ്ണറ നീ മണിയറയാക്കണേ എൻ്റെ ഉമ്മായിക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ പടച്ചവനെ എൻ്റെ കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ എൻ്റെ ഭാര്യ നീ അവളെ സ്വാലിഹത്താക്കണേ എൻ്റെ മക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അള്ളാഹുവെ നീ തന്ന ശബ്ദം നീ നിലനിർത്തണേ പടച്ചവനെ അഹങ്കാരം തരല്ലേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ ഇബാദത്തിന് തടസ്സം വരുത്തുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം കൂടെ എനിക്ക് നീ തരണേ എല്ലാവരും നന്നായി എന്നെ കൂടെ നീ നന്നാക്കണേ പടച്ചവനെ. ഹിദായത്ത് തരണേ തമ്പുരാനെ. അള്ളാഹുവെ ഇന്ന് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ അറഫയുടെ മൈതാനയിൽ നീ ഒരുമിച്ച് കൂട്ടണേ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ചവനെ. ഈ നിന്ന കാല് നീ സ്വർഗത്തിൽ ചവിട്ടാൻ ഭാഗ്യം തരണേ സിറാത്തിൽ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. സിറാത്തിൽ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. അള്ളാഹുബെ പടച്ചവനെ ഇനി നടക്കുന്ന പരിപാടികൾ മുഴുവനും നീ വിജയിപ്പിക്കണേ നിന്റെ കാവൽ നൽകണേ തമ്പുരാനെ. അള്ളാഹുബെ ഞങ്ങൾ ഇന്ന് പിരിയുകയാ, ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ പടച്ചവനെ. പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാ, നീ കൈവിടല്ലേ പടച്ചവനെ. ജോലിയിൽ സ്ഥിരത നൽകണേ റഹ്മാനെ. ഈ ദുആ അവസാന ദുആ ആക്കല്ലേ ഈ മജ്ലിസ് അവസാന മജ്ലിസ് ആക്കല്ലേ ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അള്ളാഹുവെ ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ. തൗബയാക്കണേ റഹ്മാനെ, തൗബയാക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും ഒരു കൂടപ്പുറപ്പിനെ പോലെ കരുതി ദുആ ചെയ്യുക. അല്ലാഹു ഇനിയും കാണാൻ ആയുസ്സ് നൽകട്ടെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.